ഇന്നൊരു താളിപ്പിൻ്റെ റെസിപ്പിയാണ്. പപ്പായ താളിച്ചത് അല്ലെങ്കിൽ കർമോസ, പല പേരുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിന് കർമോസ പപ്പായ എന്നൊക്കെ പറയും. അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പച്ചമുളക് ഒരു 4 എണ്ണം ചേർക്കുന്നുണ്ട്. എരിവിന് വേറെ എരിവൊന്നും ഇതിൽ ചേർക്കുന്നില്ല. കറിവേപ്പില ഒരു പിടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിന് കുറച്ച് വേവുണ്ടാവും. കുക്കറിലിടുന്നവർക്ക് കുക്കറിലിടാം, ഒറ്റ വിസിൽ. ഇത് ഞാൻ കുക്കറിലൊന്നും ഇട്ടിട്ടില്ല, ഞാൻ അടുപ്പ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ കുറച്ച് വേവുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നോക്കി, അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. കുറച്ചും കൂടെ വേവാനുണ്ട്, അത്ര സോഫ്റ്റ് ആയിട്ടില്ല. അപ്പോൾ കുക്കറിലാണെങ്കിൽ ഇത് വേഗമായേനെ ഒറ്റ വിസിൽ കൊണ്ട് തന്നെ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം പാകമായിട്ടുണ്ട്, ഒരു താളിപ്പിനുള്ള പാകമായി. ഇതിലെ വെള്ളം നമ്മൾ മുഴുവനായിട്ട് വറ്റിക്കുന്നില്ല. നമ്മൾ ഈ ഓലനൊക്കെ വെക്കുമ്പോൾ ഉള്ളത്ര ഗ്രേവി ഇതിന് വേണം. പിന്നെ ഇനി നമ്മൾ താളിച്ചു കൊടുക്കുക. പാൻ അടുപ്പത്തേക്ക് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു നുള്ളു ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നല്ല നല്ല റെസിപ്പീസുമായിട്ട് നാളെ കാണാം.